السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. ബഹുമാന്യരായ കേരള നദുവത്തുൽ മുജാഹിദീൻ വദായി മണ്ഡലം പ്രസിഡന്റ് എൻ അലി മാസ്റ്റർ, സെക്രട്ടറി മുഹമ്മദ് അലി മാസ്റ്റർ, ബഹുമാന്യനായ പി വി അബ്ദുൽ ഗഫൂർ സാഹിബ്, ലത്തീഫ് സാഹിബ്, സ്റ്റേജിൽ ഇരിക്കുന്ന കേന്ദ്രമിൻ്റെ മുതിർന്ന നേതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ. നിങ്ങളെല്ലാവരും വളരെ വലിയ അനുഗ്രഹീതരാണ്. അനുഗ്രഹീതർ എന്ന് പറഞ്ഞത് ഈ ഒരു പുതിയ കാലത്ത് ജനിക്കാൻ സൗഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ. ആ സൗഭാഗ്യം ചെറുതല്ല, വലിയ സൗഭാഗ്യമാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ വിഷമകരമായ ഒരു അന്തരീക്ഷവും നമ്മുടെ നാട്ടിലുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ സൗഭാഗ്യം ദൗർഭാഗ്യമായി മാറും. വിജയവും ഉന്നതിയും പരാജയവും അതുപോലെ തന്നെ വിഷമവുമായി മാറും. അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കൾ, നിങ്ങൾ ഈ ഒതായിലും ചാത്തല്ലൂര്, കിഴക്കേ ചാത്തല്ലൂര്, പടിഞ്ഞാറേ ചാത്തല്ലൂര്, നമ്മുടെ മുജാഹിദ് മഹല്ലുകളിൽ മുജാഹിദുകളായ ഏകദൈവ വിശ്വാസികളായ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ജനിച്ചു എന്നുള്ളതും അതിനേക്കാൾ വലിയ അനുഗ്രഹം. മാത്രല്ല, നമ്മൾ ജനിച്ചപ്പോൾ തന്നെ നമ്മൾക്ക് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മുടെ സ്രഷ്ടാവ് നമുക്ക് നൽകിയ വെളിച്ചമാണ്, പ്രകാശമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ പഠിക്കാനുള്ള അവസരം ലഭിച്ചു എന്നുള്ളത് അതിനേക്കാൾ വലിയ അനുഗ്രഹം. നമ്മളുടെ വഴി, നമ്മൾ എങ്ങനെ ജീവിക്കണം, എങ്ങനെ ജീവിച്ചാലാണ് ഈ ഭൂമി ലോകത്ത് സുഖം ലഭിക്കുക, സന്തോഷം ലഭിക്കുക, സമാധാനം ലഭിക്കുക, ആനന്ദം ലഭിക്കുക, എങ്ങനെ ജീവിച്ചാലാണ് ഈ ഭൂമി ലോകത്ത് നമ്മൾക്ക് ദുഃഖമില്ലാതിരിക്കുക, സങ്കടമില്ലാതിരിക്കുക, പ്രയാസമില്ലാതിരിക്കുക, പരാജയമില്ലാതിരിക്കുക. ഇത് നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവ് നമുക്ക് നൽകിയ വെളിച്ചമാണ്. ആ വെളിച്ചം നമുക്ക് അതിൻ്റെതായ രൂപത്തില് വിവരിച്ച് ജീവിതത്തില് മാതൃക കാണിച്ചു തന്നതാണ് നമ്മുടെ ഹബീബായ പ്രവാചകൻ. നമ്മുടെ ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ, നമ്മുടെ ഗുരുവര്യനേക്കാൾ, നമ്മുടെ നാട്ടിലെ മുഴുവൻ മനുഷ്യരെക്കാളും നാം സ്നേഹിക്കേണ്ടത് നമ്മുടെ പ്രവാചകനെയാണ്. ആ പ്രവാചകനോടുള്ള സ്നേഹം, ആ പ്രവാചകനോടുള്ള ആദരവ്, ആ പ്രവാചകനോടുള്ള അംഗീകാരം, ആ പ്രവാചകന്റെ മുമ്പിലുള്ള അനുസരണം, ആ പ്രവാചകന്റെ വസീയത്തുകൾ കേൾക്കാനുള്ള വിവേകം, അത് അംഗീകരിക്കാനുള്ള പക്വത, അതനുസരിച്ച് ജീവിച്ചാൽ ഉണ്ടാകുന്ന വിജയത്തിന്റെ, സൗഭാഗ്യത്തിന്റെ ഉയരങ്ങളിലേക്കുള്ള കുതിച്ചുചാട്ടങ്ങളിലേക്ക് കയറി പറ്റാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത്. നമ്മൾ മനുഷ്യര് ദുർബലരാണ്, മറ്റു ജീവികളെ പോലെയല്ല. ഒരു പശു ഒരു കുഞ്ഞിനെ പ്രസവിച്ചാല് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും ആ കുഞ്ഞ് എഴുന്നേറ്റ് പതുക്കെ നടക്കാൻ തുടങ്ങും. ഒരു 2 ദിവസമാകുമ്പോഴേക്കും ആ കുഞ്ഞ് അതിന്റെ ഭക്ഷണം, പാലല്ലാത്ത ഭക്ഷണം തന്നെ അത് തേടിപ്പിടിച്ച് കഴിക്കാൻ തുടങ്ങും. നമ്മള് മനുഷ്യര് ചെറിയ കുഞ്ഞായി 1 കൊല്ലം നമ്മളെ ഉമ്മ നമ്മളെ താരാട്ടുപാടി ഉറക്കാൻ, അമ്മിഞ്ഞപ്പാൽ നൽകി
സന്തോഷിപ്പിക്കാൻ, ദാഹം തീർക്കാൻ, നമുക്ക് വിശക്കുമ്പോൾ ഭക്ഷണം നൽകാൻ ഉമ്മയും ഉപ്പയും പരമാവധി അധ്വാനം ചെയ്യണം. ഒരു വയസ്സാകുമ്പോ നമ്മളിങ്ങനെ പിടിച്ച് ഓരോ അടി ഇങ്ങനെ നടക്കാൻ തുടങ്ങും. അപ്പൊ നമ്മളെ ഉമ്മയും ഉപ്പയും കൈയടിച്ച് നമ്മളുടെ നടത്തത്തെ പ്രോത്സാഹിപ്പിക്കും. അവര് നമ്മെ ഇങ്ങനെ നമ്മുടെ ഓരോ ഘട്ടത്തിലെ വളർച്ചയും അവർ നമ്മെ ആട്ടി അകറ്റുകയില്ല. നമ്മൾക്ക് ജോലിക്ക് ലഭിക്കാനുള്ള എല്ലാവിധ ശ്രമവും അവർ നടത്തും. അങ്ങനെ നമ്മളെ കല്യാണം കഴിച്ചത്, അങ്ങനെ നമ്മൾക്ക് വേണ്ടതൊക്കെ നമ്മുടെ ഉമ്മയും ഉപ്പയും നൽകും. എന്നാലും നമ്മൾ മനുഷ്യരാണ്. ആ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് നമ്മൾക്ക് രണ്ട് തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. ഒന്ന് സുഖത്തിന്റെ, അനുഭൂതിയുടെ, സന്തോഷത്തിന്റെ അനുഭവം. ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോ എന്ത് ചെയ്യണം നോക്കണം. അപ്പോ ആ സന്തോഷത്തിന്റെ അനുഭവം നമ്മൾക്ക് ഉണ്ടാകും. അത് അനുഗ്രഹമാണ്, സുഖമാണ്. അതേപോലെ തന്നെ എന്താണ് നമ്മൾക്ക് പ്രയാസത്തിന്റെ, ദുരിതങ്ങളുടെ, ദുരന്തങ്ങളുടെ, രോഗങ്ങളുടെ, പ്രാരാബ്ദങ്ങളുടെ, പട്ടിണികളുടെ, സാമ്പത്തിക നഷ്ടത്തിന്റെ അനുഭവം നമ്മൾക്ക് ഉണ്ടാകും. രണ്ടും പരീക്ഷണമാണ്. ഹബീബായ പ്രവാചകന് സത്യവിശ്വാസികളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. നിങ്ങളൊക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട് ഹദീസ്. ഏതാ ഹദീസ്? രണ്ട് പരീക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞേ. അജബൻ ലിയംദിൽ മുഅ്മിൻ പഠിച്ചിട്ടില്ലേ നമ്മള്? അല്ലേ? മദ്രസയിൽ പഠിച്ചിട്ടില്ല. ഒരു സത്യവിശ്വാസിയുടെ കാര്യം വലിയ അത്ഭുതമാണ്. ഞാൻ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. അന്നത്തെ ഓർമ്മ മദ്രസയിൽ പഠിപ്പിക്കാത്തതുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. അജബൻ ലിയംദിൽ മുഅ്മിൻ, ഒരു സത്യവിശ്വാസിയുടെ കാര്യം മഹാ അത്ഭുതമാണ്. എന്താ അത്ഭുതം എന്നറിയോ? അവന് നല്ല അനുഗ്രഹമുണ്ടായാൽ, നന്മയുണ്ടായാൽ, വിജയമുണ്ടായാൽ അവന് ശക്കറ, നന്ദി കാണിക്കും. സാമ്പത്തികമായ പുരോഗതി ഉണ്ടായി, പരീക്ഷയിൽ ഉന്നത വിജയമുണ്ടായി, നല്ല തരത്തിൽ സുഖവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടായി, നല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട സമാധാനം നൽകുന്ന ഒരു ഇണയെ ലഭിച്ചു. അങ്ങനെ പല തരത്തിൽ അനുഗ്രഹങ്ങളുടെ പരീക്ഷണമുണ്ട്. അപ്പൊ സത്യവിശ്വാസികൾ ചെയ്യെന്താ അറിയോ? ശക്കറ, നന്ദി കാണിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഒരുപാട് പ്രയാസപ്പെട്ടു, ഒരുപാട് കഷ്ടപ്പെട്ടു. മദീനയിലെത്തി, വീണ്ടും കഷ്ടപ്പാടുകൾ ഉണ്ടായി. പക്ഷേ മക്ക വിജയത്തിന് ശേഷം അനുഗ്രഹത്തിന്റെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ കാല. ആ സമയത്ത് റസൂലുള്ളാഹിക്ക് അഹങ്കാരിയാണ്, കാല് മേലേക്ക് കയറ്റിയിട്ടുണ്ടായിരിക്കുന്നത്. പക്ഷേ അഹങ്കാരം കൊണ്ടല്ല, അവരുടെ ജീവിതത്തിലെ കാലില് തൂക്കിയിട്ടൊരു മണിക്കൂറൊക്കെ യാത്ര ചെയ്താല് നീര് വരും. അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂല് രാത്രി സമയത്ത് നിന്ന് നിസ്കരിക്കുന്ന സമയത്ത്
കാലില് നീര് വരുന്നുണ്ട്. അപ്പൊ സഹാബികൾ റസൂലിന്റെ അടുക്കൽ പോയി. എന്നിട്ട് റസൂലിനോട് ചോദിച്ച, റസൂലെ, നിങ്ങൾക്ക് സ്വർഗം ഉണ്ട് എന്ന് ഉറപ്പാണല്ലോ, അല്ലാഹ് സ്വർഗം തരും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങളെ അല്ലാഹുവിന്റെ റസൂലാണല്ലോ, നിങ്ങൾ എന്തിനാ റസൂലെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്, ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? അപ്പൊ റസൂലിന്റെ ചോദ്യം, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ നന്ദിയുള്ള ദാസനാകാൻ വേണ്ടിയിട്ടാ. ഞാൻ ഒരുപാട് പ്രയാസ പരീക്ഷണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് എനിക്ക് വലിയ സമാധാന സന്തോഷമാണ്, അനുഗ്രഹം ഒരുപാട് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്റെ അല്ലാഹുവിന്, എന്റെ സ്രഷ്ടാവിന്, എന്റെ ഖാലിഖിന് നന്ദി കാണിക്കണം. അതിനു വേണ്ടിയിട്ടാണ് സഹാബികളെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു, അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയാ, യാ ഗുലാം, ഗുലാം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, എന്റെ കുഞ്ഞുമോനെ, എന്റെ കുഞ്ഞുമോനെ, യാ ഗുലാം, എന്റെ കുഞ്ഞുമോനെ, ഇന്നി ഉഅല്ലിമുക കലിമാത്ത്. അങ്ങനെ നമ്മളെ കുട്ടികളെ വിളിക്കേണ്ടത്. കുഞ്ഞുമോനെ, പൊന്നുമോനെ, എന്റെ പൊന്നാണ് നീ തന്നെ. എന്ത് ചെയ്യും? ഉമ്മമാരും ഉപ്പമാരും മടിയിൽ വെച്ച് മാറോട് ചേർത്ത് ഉമ്മ തന്നെ ചെറിയ കുട്ടികളെ ലാളിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മള് വലിയ കുട്ടികൾക്ക് ഒരു അസൂയ, പിന്നെ അങ്ങനെ കാട്ടണില്ലല്ലോ എന്റെ ഉമ്മ എന്ന് തോന്നും. നമ്മളും ആ പ്രായത്തിലായപ്പോ നമ്മളെ ഉമ്മമാര് കുഞ്ഞുമക്കളെ എന്നാണ്, എന്റെ പൊന്നുമക്കളെ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് പറയാണ്, നിനക്ക് ഞാന് ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം, ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരാം എന്നിട്ട് പറയാം, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാല് അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകും, സുരക്ഷ നൽകും. നമ്മൾക്ക് എല്ലാം നൽകുന്ന അല്ലേ, അനുഗ്രഹം നൽകുന്നത്, സുഖം നൽകുന്നത്, സന്തോഷം നൽകുന്നത്, വിജയം നൽകുന്നത്, ഉയരങ്ങളിലേക്ക്, വളർച്ചകളിലേക്ക്, ആരോഗ്യപരമായി എല്ലാം നൽകുന്നത് അല്ലേ. അതേ രൂപത്തില് നമ്മൾക്ക് പ്രയാസം നൽകുന്നത്, കഷ്ടപ്പാട് നൽകുന്നത്, രോഗം നൽകുന്നത്, ബുദ്ധിമുട്ട് നൽകുന്നത്, ദുരിതവും ദുരന്തങ്ങളും നൽകുന്ന ആരാ? അല്ലാഹ്. എന്തിനാ? രണ്ടും നമ്മെ പരീക്ഷിക്കാനാണ്. അപ്പോ നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അല്ലാഹു നിന്നെ സംരക്ഷിക്കും. വീണ്ടും പറയാണ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ നിന്റെ മുഴുവൻ വഴിയിലും അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. എവിടെയാണോ നമ്മള്, അവിടെയൊക്കെ നമ്മൾ വിജനമായ മരുഭൂമിയിൽ ഒറ്റപ്പെട്ട്, അതല്ല അടിച്ചു വീശുന്ന തിരമാലകളുള്ള സമുദ്രത്തിന്റെ മധ്യത്തില് നമ്മൾ ഒറ്റപ്പെട്ടു. അവിടെ യാ അല്ലാഹ് സഹായിക്കണേ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുന്ന, അതിനൊരുപാട് അനുഭവം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താ അനുഭവം എന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുക. അങ്ങനെല്ലാരും പഠിച്ചിട്ടുണ്ടാവുക. സൗറിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖും ഒളിഞ്ഞിരിക്കുന്നത്. നബി രാത്രി ഉറക്കൊഴിച്ചുകൊണ്ട്, ഒരുപാട് യാത്ര ചെയ്ത് ഉറക്കൊഴിച്ചുകൊണ്ട് ഗുഹയിലെത്തി. അബൂബക്കർ സിദ്ദീഖ് കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖിന്റെ മടിയിൽ തല വെച്ച് ഉറങ്ങിയിട്ടുണ്ട്.
പ്രവാചകന് ശാന്തന, അള്ളാഹ് സഹായിക്കും എന്നുള്ള അടിയുറച്ച വിശ്വാസം. അബൂബക്കർ സിദ്ദീഖ് ഇങ്ങനെ കാത്തിരിക്കുക, ശത്രുക്കൾ വരുമോ പഠിച്ചോനെ. ആ സമയത്ത് ഇങ്ങനെ ചെറിയൊരു ശബ്ദം കേട്ട് അതാ ശത്രുക്കളെ ഗുഹാമുഖത്തിന്റെ അരികിലൂടെ നടന്നു പോകുന്ന കാലുകള് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണുക. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങുകയാണ്. അബൂബക്കർ സിദ്ദീഖ് അറിയാതെ കരഞ്ഞു പോയി. കരയുന്നെന്താ അറിയോ? റസൂലുള്ളാഹിയെ കൊല്ലാനാണ് ഈ ശത്രുക്കൾ തെരഞ്ഞു നടക്കുന്നത്. ആകെ രണ്ടാണ്, ആരാ? അബൂബക്കർ സിദ്ദീഖും റസൂലും. അവരെടുക്കൽ ഓരോ വാളുണ്ട്, വേറൊരു സഹായമല്ല. അറിയാതെ കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ തുള്ളികൾ താടിരോമങ്ങളിലൂടെ ഉതിർന്ന് പ്രവാചകൻ നമ്മൾ രണ്ടാളും ഒറ്റക്കല്ല. ലാ തഹ്സൻ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. അബൂബക്കറെ, നീ ദുഃഖിക്കണ്ട, നമ്മളെ കൂടെ നമ്മുടെ രക്ഷക്ക് അല്ലാഹു ഉണ്ട്. 2 ദിവസം കഴിഞ്ഞ് നബിയും അബൂബക്കർ സിദ്ദീഖും അവിടെ നിന്ന് യാത്ര പോയി. ആ യാത്ര പോയ സമയത്ത് ഖുറൈശികള് പ്രവാചകനെ വധിച്ച് തലയുമായി വന്നാല് 100 ഒട്ടകം നൽകാന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഖുറൈശി ചെറുപ്പക്കാര് പായ ഈ സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പാഞ്ഞ്. അപ്പൊ സുറാഖത്ത് ബിൻ മാലിക് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്. നല്ല യോദ്ധാവാണ്, നല്ല യുവാവാണ്, ചെറുപ്പക്കാരനാണ്, അശ്വഭടനാണ്. കുതിരപ്പുറത്ത് പ്രവാചകനെയും അബൂബക്കർ സിദ്ദീഖിനെയും പിന്തുടരുക. അങ്ങനെ അബൂബക്കർ സിദ്ദീഖിന്റെ നബിന്റെ അടുക്കലെത്തിയപ്പോ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, നബിയെ പിടിച്ചു ട്ടോ, നമ്മെ പിടിച്ചു എന്ന് പറഞ്ഞു. ആ സമയത്ത് റസൂലുള്ളാഹി പറയാ, അല്ലാഹു സാലിസുഹുമാ, 2 ആളുകളുടെ കൂടെ മൂന്നാമനായിട്ട് അല്ലാഹ് ഉണ്ട് എന്ന് അബൂബക്കറെ അറിയില്ല. എനിക്ക് പിടിക്കൂല അബൂബക്കറെ, പേടിക്കണ്ട, നമ്മളെ കൂടെ എല്ലാം കണ്ട് എല്ലാം കേട്ട് അല്ലാഹു ഉണ്ട് അബൂബക്കറെ, പേടിക്കണ്ട. സുറാഖ അടുത്തെത്തിയപ്പോ സുറാഖയുടെ കുതിരയുടെ മുൻകാലുകള് മണലിലേക്ക് താഴ്ന്നു പോയി, പറിച്ചെടുക്കാൻ കഴിയുന്നില്ല. നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടകപ്പുറത്ത് കുറെ ദൂരം സഞ്ചരിച്ചു. പിന്നെ കുതിരന്റെ കാല് പറിച്ചെടുക്കാൻ കഴിഞ്ഞത്. സുറാഖ വീണ്ടും പിന്തുടർന്നു. വീണ്ടും റസൂലിന്റെ അടുക്കൽ എത്താൻ സമയത്ത് കാലുകൾ താഴ്ന്നു പോയി, കഴിയുന്നില്ല. 3ാമത്തെ പ്രാവശ്യം അങ്ങനെ ചെയ്തപ്പോ, അങ്ങനെ ഉണ്ടായപ്പോ സുറാഖ അവിടുന്ന് റസൂലിനെ വിളിച്ചു, യാ മുഹമ്മദ്, എന്നെനിക്കറിയാം, ഞാനത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നബി പറയാണ്, ഞാൻ നിന്റെ നാട്ടിൽ തന്നെ തിരിച്ചു പോയിക്കോ, ഞാൻ മദീനയിലേക്ക് പോകും. പക്ഷെ ഒരു കാര്യം അറിയണം സുറാഖ, ഈ ഇസ്ലാം ഈ അറേബ്യൻ ഉപഭൂഖണ്ഡം വിജയിച്ചടക്കും, എല്ലാം ഇസ്ലാമിന് കീഴൊതുങ്ങും. മാത്രല്ല റോമ കിസ്ര ചക്രവർത്തിമാരുടെ കൊട്ടാരം വരെ ഇസ്ലാം കയറി ചെല്ലും. കിസ്ര ചക്രവർത്തിയുടെ കയ്യിൽ അണിഞ്ഞ സ്വർണ്ണ വളയുണ്ടല്ലോ, ആ വള സുറാഖ നിന്റെ കയ്യിലേക്ക് സമ്മാനമായി നൽകുന്ന ഒരു ദിവസം വരും സുറാഖ. എപ്പോഴാ റസൂൽ ഇത് പറയുന്നത് അറിയോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക്
ഒളിച്ചോടുന്ന സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സംഭവം പറയുന്നത്. അതാണ് പ്രതീക്ഷ. അല്ലാഹുവിലുള്ള അഭയം അതാണ്. അല്ലാഹ് നമ്മളെ കാക്കും. ഇത് വിജയത്തിന്റെ ഒരു പ്രത്യയശാസ്ത്രമാണ്. ഇത് വിജയത്തിന്റെ ഒരു മതമാണ്. ഇതൊരിക്കലും പരാജയപ്പെടില്ല. നമ്മളിങ്ങനെ വിചാരിക്കും നാട്ടിലെ ഏതെങ്കിലും ഒരു ഭരണാധികാരി നമ്മളെ ഇങ്ങനെ കൊന്നു കളയാൻ കഴിയുന്നില്ല. ഒരിക്കലും കഴിയില്ല. അല്ലാഹുവിന്റെ തീരുമാനം മാത്രമേ ഭൂമി ലോകത്ത് നടക്കുള്ളൂ. അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം. നമ്മൾ അല്ലാഹുവിൽ ബലമേൽപ്പിച്ചു കഴിഞ്ഞാൽ ബിസ്മില്ലാ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, അങ്ങോട്ടൊക്കെ ഞാൻ വലിയൊരു മനുഷ്യൻ പറഞ്ഞിട്ട് ഓലെ അവിടെ സ്വകാര്യം പറയണം. നിങ്ങളെന്ത് നോക്കണം, ഞാനല്ലേ നിങ്ങളോട് സംസാരിക്കണം, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ മതി. അങ്ങോട്ടൊക്കെ എന്താന്ന് വെച്ചാല് ഈ ബിസ്മില്ലാ എന്ന് പറഞ്ഞാല് അള്ളാഹിന്റെ സംരക്ഷണം. ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്കുപരിയായിട്ട് ഒരാളുടെ ഉപദ്രവങ്ങൾക്ക് ഉണ്ടാകില്ല. ആരാ പറയുന്നത്? അള്ളാഹിന്റെ റസൂലാ പറയുന്നത്. സുറാക്കയോട് പറഞ്ഞില്ലേ, ആ കിസ്ര ചക്രവർത്തിയുടെ കയ്യിൽ അണിഞ്ഞ സ്വർണ്ണ വളയം നിന്റെ കയ്യിലേക്ക് സമ്മാനമായി നൽകുന്ന ഒരു ദിവസം ഉണ്ടാകും. റസൂല് വഫാത്തായി. ഒന്നാം ഖലീഫ എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഒന്നാം ഖലീഫ. രണ്ടാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ റോമ കിസ്ര ചക്രവർത്തിമാരുടെ കൊട്ടാരങ്ങളിലേക്ക് ഇസ്ലാം എത്തി. കിസ്ര ചക്രവർത്തി റുസ്തം വധിക്കപ്പെട്ട് കയ്യിലണിഞ്ഞ സ്വർണ്ണ വളയമുണ്ടല്ലോ, അത് എന്ത് ചെയ്തു? കയ്യിലേക്ക് ലഭിച്ചു. ഖലീഫ എഴുന്നേറ്റ് നിന്നു. ഐന സുറാഖ? ചോദ്യം അതാ, സുറാഖ എവിടെ? സുറാഖത്ത് ബിൻ മാലിക് പതുക്കെ വന്നു. ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്വർണ്ണ വളയം പ്രവാചകന്റെ പ്രവചനം പുലരുമാർ ആ സ്വർണ്ണ വളയം കയ്യിൽ കൊടുത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു പിഴവുണ്ടാവും. അള്ളയാണ് നമ്മളെ സംരക്ഷിക്കുക, അതിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല. ഏത് പ്രയാസത്തിനും ഒരു കയറ്റുണ്ടെങ്കിൽ ഒരിറക്കുണ്ടാകും ഉറപ്പാ. കയറ്റം കയറാൻ കുറഞ്ഞ പ്രയാസം ഉണ്ടെങ്കിൽ ഇറക്കത്തില് ആശ്വാസമാണ്. അതുകൊണ്ട് ചെറിയൊരു പ്രതിസന്ധി ഉണ്ടായാൽ, പണ്ടൊക്കെ നമ്മളെ മുസ്ലിമീങ്ങള് ആത്മഹത്യ ചെയ്യലെന്നല്ല, ഒരൊറ്റ മുസ്ലിമും ആത്മഹത്യ ചെയ്യൂല. എന്താ? നമ്മള് ദുനിയാവില് കുറച്ചു കാലം ജീവിക്കുക. അന്ന് നല്ല നിലക്ക് ജീവിച്ച് മരിക്കുന്ന സമയത്ത് ആയിരക്കണക്കിന് റഹ്മത്തിന്റെ മാലാഖമാർ വന്ന് സ്വർഗത്തിലേക്ക് നമ്മെ സ്വാഗതം ചെയ്യും. ആത്മഹത്യ ചെയ്താലോ നരക. ആരാ പഠിപ്പിച്ചത്? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതാ. എന്നാ ഇന്ന് മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ ചെറിയ കുട്ടികള് ജനൽമ കയറി ഷാള് കെട്ടി കഴുത്തില് കെട്ടി ഒറ്റ ചാട്ടാതായത്തേക്ക്. ആരാ? മാപ്പിള കുട്ടികള്, മുസ്ലിം കുട്ടികള്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയില് ഒരാൺകുട്ടിയോ ഒരു പെൺകുട്ടിയും പ്രേമ നൈരാശ്യമാണ് പോലും. എന്ത് പ്രേമം! കല്യാണത്തിന്റെ മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടാ പ്രേമം. ഭാര്യ ഭർത്താവിനെ പ്രേമിക്കുന്നു, ഭർത്താവ് ഭാര്യയെ പ്രേമിക്കുന്നു. പ്രേമ അവിടെ. അതിന്റെ മുമ്പ് എന്ത് പ്രേമ ഇസ്ലാമില്? മുസ്ലിമീങ്ങൾക്ക് എന്ത് പ്രേമ? കല്യാണത്തിന്റെ മുമ്പ് എന്ത് പ്രേമ ഉള്ളത്? എന്നിട്ട് തൂങ്ങിച്ചാകുക. ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. തൂങ്ങിയ ചത്താൻ നരകത്തിക്കാ പോണത്. അള്ളാഹു നമ്മെ രക്ഷിക്കാനുണ്ട്. അതാണ് ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിദ്യാർത്ഥിനികളെ, ഈ വദായി മണ്ഡലം MSN സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിന്റെ നാമം ഉരുവിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന് പറഞ്ഞ് നടത്തിയതായി അറിയിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ വന്നിരുന്നു 9 മണിക്ക്. 10 മണി വരെ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. കുറേ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കാനുണ്ട്, പക്ഷേ സമയമല്ലല്ലോ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയും അവസരം ഉണ്ടാകുമ്പോൾ വരും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار